ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്വജം ഭൂവലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഇന്ന് വിനായക ചതുർത്ഥി, ഗണപതി ഭഗവാന്റെ ജന്മദിനമായിട്ട് ആചരിക്കപ്പെടുന്ന വളരെ വിശേഷമുള്ളൊരു ദിവസമാണ്. ഭഗവാന്റെ പ്രതീകാത്മ രൂപത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഭഗവാന്റെ ആനയുടെ ശിരസ് ജ്ഞാനം, ബുദ്ധി, പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാനുള്ള കഴിവ് എന്നിവയെ സൂചിപ്പിക്കുന്നു. വലിയ ചെവികൾ കേൾക്കുന്നതിൻ്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നു. ചെറിയ കണ്ണുകൾ കേന്ദ്രീകൃതമായ ഏകാഗ്രതയുടെ ആവശ്യകതയെ സൂചിപ്പിക്കുന്നു. വലിയ വയറ് ഔദാര്യത്തെയും ജീവിതത്തിലെ നല്ലതും ചീത്തയും ദഹിപ്പിക്കാനുള്ള കഴിവിനെയും സൂചിപ്പിക്കുന്നു. 4 കൈകളിൽ 3 കൈകളിൽ ഓരോ പ്രതീകാത്മക വസ്തുക്കൾ: താമര, മഴു, മോദകം. മോദകം എന്നാൽ മധുരമായ പലഹാരം. ഭഗവാൻ ഏറെ പ്രിയപ്പെട്ടതാണത്. ദൈവികമായ അനുഗ്രഹങ്ങൾ, ഭൗതിക മോഹങ്ങളുമായുള്ള ബന്ധം വിച്ഛേദിക്കാനുള്ള കഴിവ്, ആത്മീയ നേട്ടത്തിൻ്റെ മാധുര്യം, ഭക്തരെ സത്യത്തിലേക്ക് അടുപ്പിക്കാനുള്ള ശക്തി എന്നിവയെ ഇവ സൂചിപ്പിക്കുന്നു. അതായത് ഭഗവാന്റെ രൂപം കൊണ്ട് നമുക്ക് കാട്ടിത്തരുന്നത് ആത്മീയതയുടെ വഴിയിൽ നമ്മൾ എങ്ങനെയായി തീരണം എന്നുള്ളതാണ്. ഇനി വിശേഷ ദിവസം ഭഗവാന്റെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി നദികളിലും തടാകങ്ങളിലും കടലുകളിലും മറ്റ് ജലാശയങ്ങളിലും നിമജ്ജനം ചെയ്യുന്നു. ഇത് പ്രപഞ്ചത്തിലെ സൃഷ്ടിയുടെയും ലയനത്തിൻ്റെയും ചക്രത്തെ സൂചിപ്പിക്കുന്നു. കൂടാതെ ഗണേശൻ തൻ്റെ സ്വർഗീയ വാസസ്ഥലമായ കൈലാസത്തിലേക്ക് യാത്ര തിരിക്കുന്നു. അതിനായിട്ട് ഗണപതിയെ നമ്മൾ ഇവിടുന്ന് അയക്കുന്നു എന്നുള്ളതുമാണ് വിശ്വാസം.